നുമ്മയുണ്ടൊക്കെ ചെയ്ത് ഇനി ഇവിടെ നിക്കണ ബുദ്ധിയല്ലാട്ടാ. കണ്ടവനും കൊണ്ടുവന്നവനൊക്കെ തൂങ്ങണ്ടി വരും. കൊണ്ടുവന്നവരാരെങ്കിലും ഇവിടെ നിക്കണോന്നല്ലേ നേഴ്സ് പറഞ്ഞത്. എന്നാ പിന്നെ താമര നിക്കട്ടെ, നമുക്ക് പോവാം. ആ നുമ്മ വേണേണ്ട. ഈ കളവൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. വരത്തനാന്ന് തോന്നല്ലേ. ഈ പണ്ടാരൊക്കെ ചാകാൻ വേണ്ടി എന്തിനാണ് നമ്മുടെ ഉറലേക്ക് വന്നത്? ദരിദ്രവാസിയാ, കണ്ടില്ലേ കഴുത്തിൽ ചരട് പോലും ഇല്ല. അതിന്റെ ഇടയിൽ നീ അതും തപ്പിയാ? പിന്നല്ലാണ്ട് പണിക്കാശനൊപ്പിച്ചിട്ടാ. കണ്ടാ ഒരു സ്വർണ്ണമോതിരം പുള്ളിക്കാരന്റെ വിരലേക്ക് എടുത്താണ്. ഭയങ്കര അല്ലേലും പുറം കടലിൽ ശവത്തിന്റെ അരഞ്ഞാണം വരെ തപ്പണ ബാക്കിയല്ലേ നീ. എങ്ങനെയുണ്ട് സിസ്റ്ററെ? ബോധം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര വെച്ചിട്ടും പേര് വെട്ടോസൊന്നും പറയണില്ല. ചാറ്റിൽ എന്തെങ്കിലും എഴുതാതെ എങ്ങനാ? തൽക്കാലം എന്തെങ്കിലും പേരെഴുതി സിസ്റ്ററെ. എന്നാ കൊച്ചനെ ഒരു പേര് പറ. അത് ശങ്കരൻ എഴുതിക്കോ. ആ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ആ പിന്നെ കാരണവർക്ക് മാറാൻ ഡ്രസ് എന്തെങ്കിലും കൊണ്ടുവരണം. ഞങ്ങളെപ്പോഴും ഇവര് പറഞ്ഞത് ആരാ കക്ഷി ആരാ എന്താന്നൊന്നും അറിഞ്ഞൂടാ. ആളെങ്ങനെയുണ്ട്? പെടക്കണ്ട, അതാ ഐസിട്ടാ. ബോധം തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സംസാരിച്ചാ? നേഴ്സ് ചോദിച്ചിട്ട് ഒന്നും പറയണില്ലാന്ന്. രണ്ടെണ്ണം പൊട്ടിച്ച തത്ത പറഞ്ഞ പോലെ എല്ലാം പറയൂ. ഇതെന്താ കളവ് കേസാ? പറയാൻ പറ്റൂല. കസ്റ്റംസുകാരെ പേടിച്ച് ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റായിട്ട് കടലിൽ ചാടിയാണെങ്കിലാ. ആയിരിക്കോടാ. കണ്ടിട്ടൊരു പാവം കാരണവരാ. ഓ, അച്ഛന്റെ പ്രായമുള്ളവർ കണ്ട ഇവക്ക് സാധാപോളൂ. ചാർട്ടിൽ എന്തെങ്കിലും പേരെഴുതണമെന്ന് പറഞ്ഞപ്പോ അറിയാതെയാണെങ്കിൽ അച്ഛന്റെ പേരാണ് നാവി വന്നത്. എന്നാ പണി കിട്ടിയെന്നെ. അച്ഛൻ അടിഞ്ഞ അതേ തീരത്താണിതും. എടി വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലേ വെക്കല്ലേ, വേഗം സ്ഥലം വിടാൻ നോക്ക്. ഒരാളുടെ ജീവരക്ഷ പിന്നെ കൊണ്ട് കളയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ കടലിൽ കിടന്ന് ചാവട്ടെ എന്ന് കരുതിയാ പോലെ. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം വരെ കൂടെ നിൽക്കണം. അങ്ങേരുടെ അവസാനം വരെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിത് വൈകിട്ട് നാടകമുള്ള. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. നീ പറ, ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? മരുന്നും ഡ്രസ്സും വാങ്ങണം. അത്രല്ലേ ഉള്ളൂ. വാ. അല്ല, ഇവിടത്തോളം വന്ന സ്ഥിതിക്ക് കാരണവരുടെ ബോഡി ഒന്ന് കണ്ടേ. എന്റെ ശാരംഗ ശവത്തിനാണ് ബോഡി എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ജിംനേഷ്യത്തിൽ പോണവന്മാരൊക്കെ ശവങ്ങളാണ്. മാഷ് എനിക്കൊരു ട്യൂഷൻ എടുക്കല്ലേ. ആ വെള്ളം പോട്ടെ, വെള്ളം പോട്ടെ. കണ്ടിട്ട് കടലിൽ പണിക്ക് പോണ കൂട്ടത്തിൽപ്പെട്ട ആളല്ലെന്നാണ് പറയണത്. അപ്പൊ പിന്നെ വള്ളത്തിയതാ പൊട്ടിയതാ വീണതാകാൻ വഴിയില്ല. തീവ്രവാദം കടൽ വഴിയാ കൂടുതലും. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും. ഇതൊരു കളവനല്ലേ? ഒസാമ ബിൻ ലാദനും കളവനായിരുന്നു. ഇനി വല്ല പുലിയോ മറ്റോ? തുണി ഇതേ പുലിയായിരുന്ന കഴുത്തെ സൈനാടം ഉണ്ടാകലായിരുന്നാ? ഹൈ, അതിനിപ്പോ പുലി ഇല്ലല്ലോ. എന്നിട്ട് കഴിഞ്ഞ മാസം റാന്നിയില് പുലി ഇറങ്ങിയതിന്റെ പടം ഞാൻ പത്രത്തിൽ കണ്ടല്ലോ. പുഷ്പേ, വിവരമുള്ള ഒരു വർത്താനം പറയുന്നിടത്ത് ചുമ്മാ ഇടയ്ക്ക് കയറല്ലേ. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ആത്മഹത്യാ ശ്രമമാണ്, ഒരു സൂസൈഡ് അറ്റൻഷൻ. അവന്റെ ചന്ദ്ര, നീ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സഹകരണ സംഘത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരാം. പോട്രോ വിടറോ. ആ പാവത്തിന് എല്ലാരും കൂടി കളിയാക്കണ്ടാട്ടാ. താങ്ക്സ്. നീ എന്താടാ ഇത്രയും ചിരിക്കണത്? എന്റെ തന്തപ്പടി വെള്ളമടിച്ചിട്ട് അപ്പുറത്തെ മണ്ണുമാന്തനായിരുന്നു. എന്റെ സൈക്കിൾ കയറി തന്നെ അങ്ങനെ ചത്തേനെ. ഇങ്ങനെ ചിരിക്കാണ്ടിരിക്കും. 10 ഗ്രാം ഒന്നിന്റെ നൂല് ഒന്നെടുത്ത് വെച്ചേക്ക്. കാശ് നാളത്തിലാട്ടാ. കട കൊടുക്കാൻ പാടില്ലെന്നാ മുതലാളി പറഞ്ഞേക്കണേ. ഓ, നീ ഇങ്ങനെ സത്യസന്ധയാല എടി സ്വന്തം ആങ്ങളൊക്കെ എങ്കിലും കടം കൊടുക്ക്. ആങ്ങളേക്ക് വെച്ചിനും തീരെ കൊടുക്കാൻ പാടില്ലെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ആ, ഇവളെ കെട്ടാൻ വെറുതെ കുറെ സമ്പാദിക്കും. ആശുപത്രിയിലെ കാർന്നവർക്ക് എങ്ങനെ ഉണ്ടോ ശാരംഗ? പേര് വെട്ടി. ആ താമരക്ക് ഭ്രാന്താണ്ടാ. ആരുമില്ല, പോകാൻ ഒരിടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ കാർന്നവരെ കൊണ്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. താകാ തുണി തൈ. ഇവളോടൊന്ന് ചോദിക്കട്ടെ, നീ അപ്പൊ നൂല് തരില്ലല്ലേ? ഇല്ല. എന്നാ വീട്ടിലോട്ട് മീൻകറി കൂടി ചോറിനാ വാട്ടാ. എനിക്ക് മീൻകറി വേണ്ടാട്ടാ. ആ, വിരോണിയമ്മയായിരുന്നില്ലേ? എന്താടാ? നമ്മുടെ താമരയുടെ വീട്ടില് വിരോണിയമ്മേനൊക്കെ അത്ര ആള് വന്നിരിപ്പുണ്ട്. ആരി? നമ്മുടെ കടലിൽ നിന്ന് കിട്ടിയ ആളില്ലേ, അത് ശ്രീലങ്കയിൽ നിന്ന് റെപ്പയിലൊടിച്ചേട്ടൻ ജയിലിൽ ചാടി നീന്തി വന്നാണെന്നൊരു സംസാരമുണ്ട്. നീ ആരാണ് കർത്താവേ? എന്തായി ആലോചിക്കണേ? എന്താ ഇത്ര ആലോചിക്കണേന്ന്? എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയേ? ഓ, അപ്പ ചാകാൻ കണക്കാക്കി തന്നെ ഇറങ്ങിയതാണല്ലേ? ഈശ്വരൻ തന്നേക്കണ ജീവൻ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണേ തെറ്റല്ലേ? ഈശ്വരൻ തന്ന ജീവിതം തന്നെ ഇല്ലാതായാ പിന്നെ നമ്മളെ കൊണ്ട് ആർക്കും ആവശ്യമില്ലാന്ന് തോന്നിയാ ഈ ഭൂമിയിൽ തന്നെ ഒഴിവായി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആർക്കാണ് ആവശ്യമില്ലാന്ന് തോന്നിയത്? ഭാര്യക്കോ മക്കൾക്കോ? എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, മരണം. കടൽ ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട്. ആർക്കും ബാധ്യതയാവാതെ ഞാൻ പൊക്കോളാം. ഈ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ മരിച്ചോളാം. ഇല്ല, ഞാൻ ഇനി ഒന്നും ചോദിക്കില്ല. ഞാനും ആരും ഇല്ലാത്തോളാം.
ആരും ഇല്ലാണ്ടാവുമ്പോ ആർക്കായാലും സങ്കടം ഉണ്ടാവും. അങ്ങനെ സങ്കടപ്പെടുമ്പോ ദയവായിട്ട് നമുക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തരും. അതുകൊണ്ടല്ലേ അച്ഛനെ പോലെ ഒരാളെ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഇനി ഇവിടുന്ന് എങ്ങും പോണ്ട. ആരും ഇല്ലാത്ത എനിക്ക് ആരും ഇല്ലാത്തൊരു അച്ഛൻ കൂട്ട്. ഇനി മരിക്കണോന്നുള്ള വിചാരമൊക്കെ കളഞ്ഞ് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഇന്ന് കഞ്ഞി മാത്രം കുടിച്ചാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞേക്കണത്. ഞാൻ പോയി ഉണ്ടാക്കട്ടെ. പിന്നെ ദേഷ്യപ്പെടരുത്. ആ പേരെങ്കിലും ഒന്ന് പറയാവോ? കുമാരപ്പണിക്കർ, KP എന്ന് വിളിക്കും. കെ പി എങ്ങനെയാ? മീൻ കൂട്ടുവോ? അങ്ങനെ വേണം. അല്ലാതെ അപ്പുറത്തെ സരസ്വതീച്ചെ പോലെ ആവരുത്. തെപ്പരൂട്ടി എന്നാണ് ആ പേര്. അല്ല, ഔക്കാദർ കുട്ടി. സോറി കേട്ടാ, ആള് മാറിപ്പോയി. ചിരിക്കാതെ കാര്യം പറ ജോസഫേ. എന്റെ തലയുടെ പുറകില് വട്ടത്തിലൊരു മഞ്ഞ വെളിച്ചച്ഛൻ കാണുന്നുണ്ടാ? ഉണ്ടല്ലോ. ആ, ഇന്നലെ സന്ധ്യക്ക് കടപ്പുറത്തോട് നടന്നപ്പോ തൊട്ട് എന്റെ പുറകെ കൂടിയതാണ്. ബാധയാണ് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണില്ല അച്ഛാ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഞാനിപ്പോ ശരിയാക്കി തരാം കേട്ടാ. ജോസഫ് ഒന്ന് കണ്ണടച്ചേ. ദൂരെ പോ സാത്താനെ എന്ന് കൽപ്പിച്ച കരുണാമയനായ കർത്താവേ, ഇവനിൽ വസിച്ചിരിക്കുന്ന പൈശാചികമായ ബാധകൾ ഒഴിഞ്ഞു പോകണമേ. ദൂരെ പോ സാത്താനെ. സുഖണ്ട? ഇപ്പൊ നല്ല സുഖമുണ്ടോ? ആ, ഇനി ഒരാത്മാവും ജോസഫിന്റെ 7 അയലത്ത് വരില്ല. ഏത് ശവപ്പറമ്പിൽ കൂടിയും ജോസഫിന് ധൈര്യമായിട്ട് നടക്കാം. സന്തോഷം അയച്ചോ? സന്തോഷം കൊണ്ട് വല്ലാത്ത ചിരി വേണ്ട കേട്ടോ. ഇല്ലച്ചോ. എന്താടോ ഇങ്ങനെ ചിരിക്കണേ? അവിടെ ഒഴിപ്പിച്ച ബാധ ഇവിടെ കേറിയോ? എന്നാലും ഈ ബാധ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉണ്ടല്ലേ അച്ചോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനുണ്ട്, ഇല്ലാത്തവനില്ല. ഇതവന്റെ സ്ഥിരം പ്രശ്ന. ഇടയ്ക്കിടയ്ക്ക് തോന്നും ബാധ കയറിയെന്ന്. ഒഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാ പിന്നെ കുറെ നാളത്തേക്ക് പ്രശ്നമില്ല. സൈക്യാട്രിയിൽ ഇതിന് അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, എന്തപ്പോ ഇയാളെയും കൊണ്ട്? കുറച്ചു ദിവസമായിട്ട് രാത്രിയിൽ ഇവന് പനിയും ജലദോഷവും ഒക്കെയാ. ആഹാ, ഇത് സാരല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്നാലും നമ്മുടെ താമര ചെയ്ത് വലിയ കാര്യമായിപ്പോയി. സഹജീവികളോട് കരുണയുണ്ടാവുക, അനാഥരെ സഹായിക്കുക. അവൾ ഈ നാട്ടുകാർക്കൊക്കെ ഒരു മാതൃകയാ. അത് ശരിയാ. ദേ, കയ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് തുപ്പിക്കളയരുത്. കളയോ? ആ, മിടുക്കൻ. എവിടെ പോവാണ് രണ്ടാളും കൂടെ? ഈ സാധനത്തിനെ കളയാൻ കൊണ്ടുപോവാണ്. എന്നെ സിനിമാക്ക് കൊണ്ടുപോണേണ്. ആ താമരെ നിന്നെ, ഇനി വീട് വരെ വരണ്ടല്ല, ചിട്ടിക്കാശിറങ്ങി തന്നേരി. ഈ മാസത്തെ നറുക്കെങ്കിലും എനിക്ക് അടിക്കോ ഭാസ്കരേട്ടാ? ഈ പ്രാവശ്യം താമരക്ക. അതിരിക്കട്ടെ, ഒരു കാർന്നൊരു ദത്തെടുത്ത് പറഞ്ഞാടല്ലോ. ദത്തെടുത്തൊന്നുമല്ല, കളഞ്ഞു കിട്ടിയതാ. ഉടമസ്ഥരാരേലും വന്ന് അന്വേഷിച്ചാ ചെലപ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ആർക്കാ വേണ്ടത്? താമരെ, നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. അവിടെ ആള് കൂടിയുണ്ട്. കാരണവരുടെ കാര്യം പോക്ക. ഇന്ന് ഇതിനൊരു സമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് അടങ്ങ്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. എന്താലോചിക്കാം? അതല്ലെന്നേ, മോനമാഷ് പറഞ്ഞതിന് ന്യായം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. തോന്നിവാസം കാണിച്ചിട്ട് എന്താ കേപ്പിക്ക് എന്താ പറ്റിയേ? പറ്റിയത് കേപ്പിക്കല്ല, ഇവർക്കാ. ഇവർ ഉണക്കാനിട്ടിരുന്ന വലയെടുത്താ കേപ്പിതാ കുന്ത്രാണ്ടം കെട്ടിയിരിക്കണേ. ഈശ്വരാ, മാനസമൈനേ വരൂ. ഒന്ന് താഴെ ഇറങ്ങിയപ്പോ ഇത് പൊട്ടിയെന്ന് അടിപൊളി. എന്ത് പണിയാണ് ഈ കാണിച്ചേ? ഇവർക്ക് മീൻ പിടിക്കാനുള്ള വലമുറിച്ചിലാണ് കളിക്കണത്. ആർക്കും വേണ്ട, തറയെ കിടന്ന പഴയ സാധനമാ മോളെ. വേണ്ടാത്തൊന്നുമല്ല, ഉണക്കാനിട്ടിരിക്കുന്നതാ. അതെനിക്കറിയോ. എത്ര രൂപയുടെ സാധനം നശിപ്പിച്ചെന്നറിയോ? താൻ പറയുന്നത് കേട്ടാ തോന്നി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഇതിന് അവകാശികളുണ്ടോ എന്ന് 2 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പോഴാരെയും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ വല നശിപ്പിച്ചിട്ട് കിടന്ന് ന്യായം പറയണ. കിളവനായതുകൊണ്ടാണ് കൈവയ്ക്കാത്തത്. എവിടെ നിന്ന് കിട്ടിയത് ഇതിന്? നമ്മുടെ ഒരാഴ്ചത്തെ പണിയും കളഞ്ഞിട്ട് ചണകൊട പറയുന്നു. തീരെ മര്യാദയില്ലാത്ത കൂട്ടരാ മോളെ ഇത്. വള്ളവും വലയും പരിചയമില്ലാത്തൊരു കിളവൻ അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇതിന്റെ വില അത്രല്ലേ ഉള്ളൂ. ദയാദി മോതിര. എന്റെ മോതിരം എവിടെ? എന്റെ മോതിരം എവിടെയെന്ന്? കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. മോതിരം എവിടെ പോയി? നിങ്ങൾ വിഷമിക്കണ്ട. എത്ര ചെലവ് വന്നാലും വലയുടെ കേടുപാടുകൾ ഞാൻ തീർത്തു തന്നോളാം. നിന്റെ കേസായതുകൊണ്ട് ഞങ്ങൾ വിടുക. പാടോ, പാടാ.
ഈ കാരണവരെ കിട്ടിയെടുത്തതിനെ കൊണ്ട് കളയണമെന്നല്ല കേട്ടാ. ഇന്ന് വല മുറിച്ച സ്ഥിതിക്ക് നാളാരെങ്കിലും തലമുറിക്കൂലെന്ന് എന്താ ഉറപ്പ്? ഈ പാർട്ടി ഏതായിട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. തുറന്നൊന്നും പറയുന്നില്ല. വഴിയുണ്ട്. നാടകത്തിന്റെ അടുത്ത രംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കാരണവരുടെ യഥാർത്ഥ കഥ നമ്മ അറിഞ്ഞിരിക്കും. മോന, ഈ കള്ളിനുള്ള ഗുണം എന്താണെന്നറിയാം നിനക്ക്? ഒരു ശകലം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രഹസ്യങ്ങളൊന്നും അകത്തിരിക്കില്ല, എല്ലാം പുറത്തു വരും. ആ, എന്ന് പ്രതീക്ഷിക്കാം. ഏടാ നീ നോക്കൂ, ആ കാർന്നോരെ കൊണ്ട് എല്ലാ കഥയും ഞാൻ പറയിപ്പിച്ചില്ലെങ്കിൽ ആലപ്പി അപ്പച്ചൻ എന്നുള്ള എന്റെ പേര് നിങ്ങൾ മാറ്റിക്കോ. അങ്ങനെ ആ പേര് മാറ്റി ഇനി നല്ല പേരിടണ്ട. അതൊക്കെ വിട്, നമുക്കൊരു ആഘോഷം അടിച്ചു പൊളിച്ചാണ് ചെല്ലാന്ന്. ഇല്ലിമുളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ആ സാധനം നീക്കി പോയി. ഒരു ഗ്ലാസ് അവിടെ വെക്കി. ഞാൻ കറി എടുത്തേ. നല്ല എന്തിക്കള്ള ഒരെണ്ണം അടിക്കല്ലേ? എന്താ പേര് പറഞ്ഞേ? അപ്പച്ചൻ. സ്വന്തം മോമരെ പേരല്ലേ വിളിക്കുന്നത് അപ്പച്ചാന്ന്. അപ്പച്ചാ, ഞാനിതൊന്നും കഴിക്കാറില്ല. അയ്യോ, ഞങ്ങള് കേപ്പിയുടെ ഒരു സന്തോഷത്തിന് കള്ളു കുടിച്ച സന്തോഷം വരുമെന്ന് ആരാ പറഞ്ഞേ? വെറുതെ വയറ് വീർപ്പിക്കാന്നല്ലാണ്ട്. ബ്രാൻഡ് കിട്ടുമോ? അപ്പൊ കഴിക്കല്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചാണ്. സർക്കാരിന് നികുതി കിട്ടുന്ന കാര്യമല്ലേ, പൗരബോധം കൊണ്ട് വല്ലപ്പോഴും. പൗരബോധം കൂടി എന്റെ അച്ഛന്റെ ബോധം ഫുൾ ടൈം പോയി കിടക്കാണ്. ബ്രാൻഡി അടുത്ത തവണയാട്ടെ. തൽക്കാലം കേപ്പി ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ശുദ്ധമായ തെങ്ങിൻകള്ള ഒരളവിൽ അകത്ത് എഴുതുന്നത് ശരീരത്തിന് നല്ലതാണ്. വളരെ നല്ലതാ. ചെല്ലോട്ടെ. ഇയാള് കഴിക്കില്ല. പെണ്ണുങ്ങളുടെ എണ്ണം കഴിക്കില്ല. ഓ, മദ്യപിക്കാത്ത പെണ്ണത്തോടെ ഞാനങ്ങ് സഹിച്ചു. ഈ കടപ്പുറത്ത് സൽസ്വഭാവിയായ ഒരു ആൺകുട്ടിയുള്ളത് മോഹനം മാഷ. ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? അങ്ങനൊന്നുമില്ല, വലയിൽ വീണ എല്ലാ സബ്ജക്റ്റും എടുക്കും. ഇപ്പൊ 2 ദിവസമായിട്ട് എടുക്കണ അയലേ മത്തിയാണ്. മാഷ് എന്നൊക്കെ ഒരു കളിയാക്കി വിളിക്കുന്ന. പണ്ട് TTCക്ക് ചേരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, അതുകൊണ്ട്. Be friends with fools so that you can call yourself a genius. Take it. Yes. Oh, wild west wind, lift me as a wave, a leaf, a cloud. I fall upon the thorns of life. I bleed. അരെ വാ വാ വാ, എന്തൊരു അർത്ഥമുള്ള കവിതയെന്ന് പറയും മോനെ ഇത്. പക്ഷെ ഞാൻ എഴുതിയത് പോലെ അല്ല അങ്ങനെ ചൊല്ലിയത്. തമാശ കളിക്കാതെ കാര്യം ചോദിക്കാം. And swift and proud. മോന ആ, ശാരംഗ, പറയുമ്പോ ഭംഗി വാക്കാണെന്ന് വിചാരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ്. പക്ഷേ ഇപ്പൊ അതിലും വലിയ ഫ്രണ്ട് ഈ കേപ്പിയ. എന്തോ അത്രയ്ക്കൊരു അടുപ്പം ഞങ്ങൾ അമ്മ ഉണ്ടായിപ്പോയി. ആ, എന്റെയും ഫ്രണ്ട് തന്നെയാ. പ്രായമൊക്കെ പറഞ്ഞ് എത്ര പെട്ടെന്നാ കേപ്പി നമ്മുടെ കൂട്ടത്തിലൊരാളായത്. പക്ഷെ നമ്മൾ കാണിക്കുന്ന അടുപ്പം കേപ്പിക്ക് നമ്മളോടില്ല. ഇപ്പോഴും ചെറിയൊരു അകൽച്ചയില്ല. ശാരംഗ, അങ്ങനെ പറയല്ലേ, അകൽച്ചില്ല. ശരി, ഒന്നും തുറന്നു പറയാത്ത ഒരാളെ ഫ്രണ്ടായിട്ട് എങ്ങനെയാ കണക്കാക്കണേ? ഇപ്പൊ നിനക്ക് എന്താ അറിയണ്ടേ? പറ, കേപ്പി ആരാ, എവിടുന്ന് വന്നു, അല്ലേ? അതൊക്കെ അല്ലേ? ഞാനൊന്നും ചോദിക്കില്ല എന്ന് വാക്ക് കൊടുത്തിരിക്ക. അതുകൊണ്ട് എനിക്കിനി ഒന്നും അറിയണ്ടായേ. പക്ഷെ എനിക്കറിയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം കേപ്പി എന്തിനാ കടൽ വന്ന് ചാടിയത്. ഞങ്ങളൊന്നും അന്യന്മാരല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കേപ്പി എന്തിനാ മരിക്കാൻ പോയേ? ഞാൻ മരിച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. എന്നാ പിന്നെ കൊല്ലുമ്പോ ചത്തപ്പോ. അവൻ എന്നെ കൊല്ലാൻ പാടില്ല. അവൻ എന്നെ കൊന്ന IPC 302 പ്രകാരം അവൻ ജയിലിൽ പോവും. അതോടെ അവന്റെ ഭാര്യയും കുഞ്ഞും അനാഥമാവും. അത് പാടില്ല. കൊല്ലാൻ വരുന്നതിനോട് ഇത്ര സ്നേഹം വേണോ? എങ്ങനെ സ്നേഹിക്കാതിരിക്കും? കൊല്ലാൻ വരുന്നത് ആറ്റുതോട്ടുണ്ടായ എന്റെ ഏക മകനാണെങ്കിലോ. സ്വന്തം മോൻ അച്ഛനെ? ആ വാർത്തയ്ക്ക് ഇവിടെ പുതുമയൊന്നുമില്ല. ദിവസവും പത്രത്തിൽ വായിക്കാറില്ലേ? ജന്മം നൽകിയ അച്ഛനെ കൊല്ലുന്ന മകൻ, നൊന്ത് പ്രസവിച്ച അമ്മയെ കൊല്ലുന്ന മകൻ, മക്കളെ കൊല്ലുന്ന അമ്മ, മകളെ കൊല്ലുന്ന അച്ഛൻ. രക്തബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം. ആ പിന്നെ നമ്മുടെ ഫിലിം ഡയറക്ടർ ലാൽ ജോസ് ഇല്ലേ? ഞാൻ നാടകം കഴിഞ്ഞ് ലാൽ ജോസിനെ കൂടെ കണ്ടിട്ടേ വരുള്ളൂ. ശരി അപ്പച്ചാ, പോണ വഴിക്കാ പള്ളിക്ക് നേർച്ചിട്ടിട്ടും പോണേ കേട്ടാ. ശരി അമ്മായി. ഇന്നെങ്കിൽ നിന്റെ നാടകത്തിലേക്ക് കൂവലിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ മാതാവേ.
കുമാരപ്പണിക്കര് പള്ളിയില് മുട്ടുകുത്തി കുരിശ് വരയ്ക്കല്ലേ? പേര് ഞാൻ മറന്നു. അപ്പച്ചൻ. അപ്പച്ചാ, മനുഷ്യന്റെ വ്യഥകൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് എല്ലാ ദൈവങ്ങളും എല്ലാ ആരാധനാലയങ്ങളും. നിനക്കിന്ന് നാടകമുണ്ട് അല്ലേ അപ്പച്ച? ഓ അച്ഛാ, ഇന്ന് അരിപ്പാടാ. ഓ, ഈശോമിശിയായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ താമരയുടെ വീട്ടിൽ താമസിക്കണ. വിവരങ്ങളൊക്കെ അറിഞ്ഞു, പരിചയപ്പെടാൻ ഇതുവരെ സാധിച്ചില്ല. എന്താ പേര്? കുര്യൻ പൗലോസ്. KP എന്ന് വിളിക്കും. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിയാ, ഇപ്പൊ അച്ഛന്റെ സ്ഥാനത്താ KP. അതെ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തത് ആ കുട്ടിയാ. എനിക്കിപ്പോ അവള് മകള് തന്നെയാ. KPക്ക് ബന്ധുക്കളായിട്ട് സത്യം പറഞ്ഞ എല്ലാരും ഉണ്ട്, എന്നാൽ ആരും ഇല്ലതാനും. എനിക്ക് 6 ആൺമക്കളാ. മക്കളൊക്കെ എന്തു ചെയ്യണു? ദൈവം 6 ആൺമക്കളെ തന്നപ്പോ എല്ലാം ആയി എന്ന് ഞാൻ കരുതി. പക്ഷെ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും പെമ്മക്കളാച്ചോ നല്ലത്. ഈ അവസാന കാലത്ത് ഒരു മകളുടെ സ്നേഹവും പരിചരണവും ഒക്കെ എന്റെ ആരുമല്ലാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നടന്നോ, എനിക്കിത്തിരി തിരക്കുണ്ട്. അച്ചോ നിക്കച്ചോ. അതെ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ഏത് കഥയാണ് നേര്? ഇന്നലെ പറഞ്ഞതാ അതോ ഇപ്പൊ പറഞ്ഞതാ? ഇന്നലെ എന്ത് പറഞ്ഞു? ഒരു മോനെ ഉള്ളൂ, ആ മോൻ കൊല്ലാൻ നടക്കാന്നൊക്കെ. എപ്പാ? കടപ്പുറത്ത് വെച്ച് കള്ളു കുടിച്ചോണ്ടിരുന്നപ്പോ. കള്ളു കുടിച്ചോണ്ടിരുന്ന സ്വഭാവത്തിൽ പറയുന്നതാണോ കള്ളിന്റെ പുറത്ത് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അപ്പൊ ശരിക്കും പേരെന്താണ്? കുര്യൻ പൗലോസ് എന്നാണോ അതോ കുമാരൻ പണിക്കർന്നാണോ? തനിക്ക് എന്റെ ജാതി അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്ക് കല്യാണം ആലോചിക്കാൻ പോകുന്നോ? ഒരു കാര്യം ചെയ്യ്, ക്രിസ്ത്യാനികൾ കുര്യൻ പൗലോസ് എന്ന് വിളിച്ചോട്ടെ, ഹിന്ദുക്കൾ കുമാര പണിക്കർന്ന് വിളിച്ചോട്ടെ. രണ്ടിലും KP ഉണ്ടല്ലോ. വർഗീയവാദി കളിക്കുന്ന നാടകം ഇതാ. പിന്നെങ്ങനെ? ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ? ഉള്ളതുള്ളതുപോലെ പറയണവരെ എനിക്കിഷ്ടം. എങ്ങും പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിർബന്ധിച്ച് നിർത്തിയിരിക്കണ ഞാനാ. പിന്നെ എന്നോട് എന്തിനാ കള്ളം പറയണെന്ന് മനസ്സിലാവാത്തത്? അന്യജാതിക്കാരനാണെന്ന് അറിഞ്ഞാൽ മോക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതി പേര് മാറ്റി പറഞ്ഞതാ. പിന്നെ ഞങ്ങ ഇവിടെ ജാതി നോക്കിയല്ലേ ആൾക്കാരെ സ്നേഹിക്കണതും ജീവിക്കണതും. ഈ കൊച്ചിന്റെ അച്ഛൻ ചത്തതിന് ശേഷം ഞാനെന്നും വന്ന് ഈ കൊച്ചിന് കൂട്ടുകിടക്കണതേ ഈ കൊച്ചു ക്രിസ്ത്യാനിയാണെന്ന് ഓർത്തിട്ടാണ്. ഞങ്ങളുടെ അപ്പച്ചയുടെ നായ സ്ത്രീയായിട്ടാണ് ജീവിക്കണത്. ഓ, നിങ്ങളുടെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഫാദറും ഗീതറൊന്നും അല്ല, ആലപ്പച്ചയുടെ കാര്യാ പറഞ്ഞത്. എന്റെ ആങ്ങളുടെ മകൻ. ഓ ഓ, ഇവിടെ ഞങ്ങൾ ജാതിയൊന്നും നോക്കാറില്ല. ഏതായിരുന്നാലും കാരണം ഒരു ക്രിസ്ത്യാനിയായത് നന്നായി. ഇവിടെ ഇത്തിരി മനുഷ്യപ്പറ്റുള്ളതേ ക്രിസ്ത്യാനികൾക്ക് മാത്രം. മോളെ, ഇവിടെ കിടന്ന ശരിയാകത്തില്ല. ഈ കിളവനാളിത്തിരി പശപശപ്പാണേ. പിന്നെ മധുര 17 ഇതെവിടെ പോയി? നീ ആ KP കണ്ട? അയാളോട് പോയി. അയാളോടെ പോയി അറിഞ്ഞാൽ നിന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ചേട്ടാ, എന്താ പ്രശ്നം എന്നാണ് നിങ്ങൾ കാര്യം പറ. കൊറേ നേരമായിട്ട് അയാളെ കാണില്ലെന്ന് പറഞ്ഞ് ഇവിടെ നെട്ടോട്ട് ഓടുകയാണ്. കടലിൽ പോയി നോക്കിയായിരുന്നാ? എന്തിന്? അല്ല, ഇനി വല്ല ദുർബുദ്ധിയും കാണിച്ചാന്നറിയാൻ വേണ്ടി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. നീ എന്താടാ മുകളിലോട്ട് നോക്കണത്? അല്ല, വല്ലയിടത്തും തൂങ്ങിപ്പെട്ടാന്നറിയാൻ. എടുത്തോ. കാലത്ത് പത്രം നോക്കാൻ ബാർബർ ഷോപ്പിൽ ചെന്നിരുന്നു. പക്ഷെ നമ്മുടെ സഹകരണ സംഘത്തിലെ സെക്രട്ടറി പറഞ്ഞത് KP ആരുടെയൊക്കെ കൂടെ ഒരു ടാക്സി കയറി പോയെന്നാ. ടാക്സിയിലാ? ഇനി മക്കളോ ബന്ധുക്കളോ വന്ന് കൂട്ടിക്കൊണ്ട് പോയതാണോ? എനിക്കും അങ്ങനെ തോന്നണം. പക്ഷെ താമരയോട് ഒരു വാക്ക് പറയാതെ KP പോവോ? എവിടെയെങ്കിലും പോട്ടെ, ഒന്നോർത്ത ആരും ഇല്ലാണ്ടിരിക്കണ നല്ലത്. ഹലോ, എത്രയാ? 700. 1000 രൂപയുണ്ട്, ബാക്കി 300 വെച്ചോ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പാക്കറ്റൊക്കെ അങ്ങോട്ട് കൊടുത്തു. KP ഇത് എവിടെയായിരുന്നു? ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ. എന്നാ ഞങ്ങൾ വിട്ടോട്ടെ KP. നിക്ക് ഇത്ര നേരം കൂടെ എടുത്തിട്ട് നിങ്ങളെ വെറും കൈയോടെ വിടാൻ പറ്റത്തില്ല. 500 രൂപയുണ്ട്, ഒരു സിനിമ കണ്ടോ, കാപ്പി കുടിച്ചോ. പിന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനൊരു ഉമ്മ. അത് കാണരുത്. എന്റെ മോൻ ഫിലിപ്പ് നിർമ്മിച്ചതാ. തല്ലിപ്പൊളിയായിരിക്കും. സ്വന്തം അപ്പനെ ചവിട്ടി പുറത്താക്കിയിട്ട് അച്ഛനൊരു ഉമ്മ. നിങ്ങൾ ചെല്ല്.
വാ, വാ, വാ. ഫിലിപ്പ് മോൻ KP, ആ. ഈ ഫിലിം പ്രൊഡ്യൂസർ ഫിലിപ്പ് KPയുടെ മോനാണോ? ഓ ഇനി അത് കൊട്ടിക്കൊഴിച്ചിട്ട് വേണം ആൾക്കാർ അന്വേഷിച്ച് വരാൻ. അതെ, ഒരു ചായ കുടിച്ചാലോ? KP കാണാൻ താമരാകെ വിഷമിച്ചിരിക്കുക. എന്ന് വെച്ച് പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ അവിടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. ആ KP സാറേ ഞങ്ങ പിടിച്ചോളാം. എനിക്ക് പിടിക്കാനുള്ളതേ ഉള്ളൂ. കവറുതാ. വേണ്ട, ഞാൻ പിടിച്ചോളാം. എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണം, അല്ലാതെ മനുഷ്യനെ വെറുതെ തീരിയിരിക്കരുത്. നീ എന്താ കരുതിയേ ഞാൻ പിന്നെ കടലിൽ ചാടി ചാകാൻ പോയെന്നോ? ഇതൊക്കെ വാങ്ങിക്കാൻ ടൗൺ വരെ ഒന്ന് പോയതല്ലയോ? അവിടെ ചെന്നപ്പോഴാ കുഞ്ഞുഞ്ഞിന്റെ കാര്യം ഓർത്തത്. എന്റെ ഇളയ മോനില്ലയോ, ആ സ്റ്റെബിലൈസർ കമ്പനി നടത്തുന്ന സേവിയർ, അവന്റെ കൊച്ചാ കുഞ്ഞുഞ്ഞ്. ഞങ്ങള് വലിയ കമ്പനിയാ. രഹസ്യമായിട്ട് അവനെ ഒന്ന് കാണാൻ സ്കൂൾ വരെ പോയത്, അതാ താമസിച്ചേ. വേണ്ടപ്പെട്ടവര് വന്ന് വിളിച്ചാ അവസാനം ഞങ്ങളേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരിഷ്കാരങ്ങളുടെ ലോകത്ത് സ്നേഹത്തിന്റെ നനവൊന്നും KP കണ്ടിട്ടില്ല. അത് നിങ്ങളിലൊക്കെയാ കണ്ടത്. അതുകൊണ്ട് ഇനി ഇതാണ് എന്റെ ലോകം. പിടിക്കേ. ഇതൊക്കെ KP നിനക്ക് വേണ്ടി വാങ്ങിച്ചാടി? ആ ടാക്സി പിടിച്ച് ടൗണിൽ പോയത് ഇതൊക്കെ മേടിക്കാനാ. വാങ്ങിച്ചോ? കഴിഞ്ഞ ദിവസം നീ ബിരിയാണിയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇന്ന് നിന്റെ പിറന്നാളാണെന്ന്. ഇതെല്ലാം അച്ഛന്റെ പിറന്നാൾ സമ്മാനങ്ങളാ. മോക്ക് എന്താ ഇഷ്ടാവുക അറിയാത്തതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചു. കേക്കും ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്. അതാ കുഞ്ഞുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാ മോളുടെ പിറന്നാള്. അത് ഗംഭീരാക്കിയില്ല, പിന്നെ ഞാൻ എന്തിനാ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. ഈ KP ആരാന്നെന്റെ വിചാരം? കോടീശ്വരനാ, കോടീശ്വരൻ. ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഗോൾഡൻ മൂവീസ് ഫിലിപ്പ് സാറിന്റെ അപ്പനാ ഈ KP സാറ്. ബാങ്കിൽ കോടികൾ ഉണ്ടാവും. പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വീശണ്ടറിയാൻ പോലെ ആ ടാക്സിക്കാരൻ 300 രൂപ കൊടുത്തു. മറ്റേ പിള്ളേർക്ക് 100 രൂപ വെച്ചു. ആ കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ കൈ നിറച്ച് കൊടുക്കും. അതുകൊണ്ടെന്താ, നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് കൈ നിറച്ച് കിട്ടും. ഇന്ന് തന്നെ ഇവളുടെ പിറന്നാളിന് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ വിഷമിച്ച് കവലയിൽ നിൽക്കുമ്പോൾ ആ ചിട്ടിക്കാരൻ പൈസ കൊണ്ടുവരുന്നു. ആ 10,000 രൂപയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് നടന്നേ. ഏത് 10,000? നിനക്ക് ചിട്ടി അടിച്ച 10,000. എന്നാലും താമരയുടെ ചിട്ടികാശുകൊണ്ട് തന്നെ ഇതൊക്കെ. കാശിന് കാര്യത്തിൽ അവളുടെ ഒന്നും എൻ്റെ ഒന്നുള്ള വ്യത്യാസം ഉണ്ടോ മാഷേ? ബാക്കി 350 രൂപയും ചില്ലറയുണ്ട്. സൂക്ഷിച്ച് ചെലവാക്കണം. അപ്പൊ പിന്നെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കല്ലേ? പിന്നെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇതിലിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. വിവാഹം സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടുന്നു എന്നാണല്ലോ. അതെ. ഇപ്പൊ തന്നെ നമ്മൾ തമ്മിൽ പരിചയപ്പെടാനും ഇയാൾ പെണ്ണന്വേഷിച്ച് നടക്കുകയാണെന്നും ഒന്നിനെയും പിടിക്കുന്നില്ലെന്ന് ഞാൻ അറിയാൻ എന്താ കാരണം? ദൈവനിശ്ചയം. ശരിയാ. നമ്മളിപ്പോ കണ്ട ആ വീടും പറമ്പും അവളുടെ പേരിലുള്ളതാ. എന്റെ മോളായോണ്ട് പറയല്ല, കടലിൽ പോയി അധ്വാനിക്കുന്ന വേറെ ഏത് പെണ്ണുണ്ട് ഈ രാജ്യത്ത്? അതുകൊണ്ടല്ലേ ഞങ്ങൾക്കും കേട്ടപ്പോ താല്പര്യമായത്. പുലർച്ചെ പോയവര് വരാറായി, നമുക്കൂടെ നിൽക്കാം. വരുന്നതാണ് പെണ്ണ്. നാണിക്കട്ടാ, ശരിക്കും നോക്കിയോ? KPയുടെ കൂടെ 2 ടീം ഉണ്ടല്ലോ. എന്തോ കോളം കേട്ടാ. എന്താണ് പുതിയ കൂട്ടുകാരൊക്കെ ആയിട്ട്? ഞങ്ങള് മോള് വരുന്നത് കാത്തു നിൽക്കുക. ഇവരെവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ശരിക്കും തൃക്കുന്നപ്പോഴക്കാരൻ ഈ കരയെ വന്നിട്ട് കുറച്ചാളെ ആയുള്ളൂ. നിങ്ങ വിശ്വംഭരന്റെ വീട് വാങ്ങിച്ചാ? നമ്മുടെ കണ്ണപ്പന്റെ കമ്പന്റെ പുറകില്ല. അതേടാ. ഇന്നെന്താണ് പെയ്ത്ത്? ഇന്ന് ചാളയാണ്. നിങ്ങ എത്ര ഭാഗം ഇറക്കത്തിലാണ് വലയടിക്കുന്നത്? ഞങ്ങ 35 ഭാഗത്തിന്. ഏത് വള്ളത്തിലാ പോണത്? സൂര്യനില്ല, സ്വന്തം വള്ളാണ്. പുതിയൊരു ലൂപ്പ് പോലെ വാങ്ങിയിട്ടുണ്ട്. നാളെ വല തന്നെയാ. നിങ്ങളെന്താ നേരത്തെ കര പിടിച്ചേ? തെക്ക് പടിഞ്ഞാറ് കരിങ്കാര് കണ്ടപ്പോ ഞാനാണ് പറഞ്ഞ നേരത്തെ പോരാ. മോള് കിട്ടോ? ചെല്ലടി. എനിക്കിഷ്ടായി. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. പിന്നെന്താ? എന്തുറപ്പിക്കാന്ന്? അപ്പൊ ഒന്നും മനസ്സിലായില്ലല്ലേ? ഒരു പെണ്ണ് കാണലാ ഇവിടെ നടന്നത്. ഇതാണ് ചെറുക്കൻ, ഈ ചെറുക്കൻ അമ്മാവൻ. വന്നേ വാ. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? അയ്യോ, അതൊക്കെ കണക്ക് വരേണ്ട കാര്യങ്ങളല്ലല്ലോ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അത് ന്യായം. പെണ്ണിന് വീടും പറമ്പും കൂടാതെ ചെറുക്കനൊരു പുതിയ വള്ളവും വലയും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. സന്തോഷം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പൊ ഉറപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് വരും.